തെന്നാലി രാമൻ കഥകൾ തുടരുന്നു. ബീജപ്പൂർ സുൽത്താൻ്റെ മുഖ്യ ശത്രു കൃഷ്ണദേവരായരാണ്. എങ്ങനെയെങ്കിലും കൃഷ്ണദേവരായരെ വകവരുത്തണമെന്ന ചിന്തയാണ് സുൽത്താന്. അതിന് കാരണമുണ്ട്. കൃഷ്ണദേവരായർ ജീവിച്ചിരുന്നാൽ ബീജപ്പൂർ രാജ്യം ഇല്ലാതാകും. ഏത് സമയത്തും സുൽത്താൻ്റെ രാജ്യം ആക്രമിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കൃഷ്ണദേവരായർ. കൃഷ്ണദേവരായരെ വകവരുത്താൻ സുൽത്താൻ നടത്തിയ പല ശ്രമങ്ങളും പരാജയപ്പെട്ടു. ബീജപ്പൂർ സുൽത്താൻ്റെ ചിന്ത കൊട്ടാരൻ ജ്യോത്സ്യനെ കുറിച്ചായിരുന്നു. കൊട്ടാരൻ ജ്യോത്സ്യൻ ധനമോഹിയും ചതിയനും സ്വാർത്ഥനുമായിരുന്നു. ഒരു ദിവസം സുൽത്താൻ അയച്ച ചാരൻ കൊട്ടാരൻ ജ്യോത്സ്യനെ സമീപിച്ച് വലിയൊരു തുക ജ്യോത്സ്യന് കൈക്കൂലിയായി നൽകി. ജ്യോത്സ്യനോട് ചാരൻ ഒരു നിർദ്ദേശം വെച്ചു. ചക്രവർത്തിയോട് ഭാവി ഫലം എന്ന രീതിയിൽ ഒന്ന് പറയണം. 1 വർഷം കഴിയുന്നതുവരെ ഒരാക്രമണത്തിനും ഇറങ്ങരുതെന്നും ആക്രമിച്ചാൽ ഫലം ശൂന്യമായിരിക്കുമെന്നും. ചാരൻ്റെ നിർദ്ദേശം ജ്യോത്സ്യൻ അംഗീകരിച്ചു. അടുത്ത ദിവസം ജ്യോത്സ്യൻ ചക്രവർത്തിയെ കണ്ടു. തിരുമനസേ, യാതൊരു കാരണവശാലും അവിടുന്ന് രാജ്യം വിട്ടിറങ്ങരുത്. അടിയൻ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തട്ടെ. 1 വർഷത്തേക്ക് അങ്ങ് ആക്രമണത്തിന് പുറപ്പെടരുത്. പുറപ്പെട്ടാൽ മൃത്യുവായിരിക്കും ഫലം. ഗ്രഹനില അത്രയ്ക്ക് മോശമാണ്, ജ്യോത്സ്യൻ അറിയിച്ചു. ജ്യോത്സ്യൻ്റെ പ്രവചനം ചക്രവർത്തിയെ നടുക്കി. എങ്കിലും ആക്രമണ പദ്ധതിയിൽ നിന്നും അദ്ദേഹം പിന്തിരിഞ്ഞില്ല. ജ്യോത്സ്യരെ, എൻ്റെ വിശ്വാസം അങ്ങനെയല്ല. നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. ഞാൻ മരിക്കുകയില്ല, യുദ്ധത്തിൽ ജയിക്കുകയും ചെയ്യും. യുദ്ധത്തിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തു കഴിഞ്ഞു. ഇനി ആരെതിർത്താലും അതിൽ നിന്നും പിന്തിരിയുന്ന പ്രശ്നമില്ല. ചക്രവർത്തിയുടെ വാക്കുകൾ കേട്ട് സേനാനായകനും മന്ത്രിമാരും ഞെട്ടി. അവർക്കെല്ലാം ജ്യോത്സ്യനെ വലിയ വിശ്വാസമായിരുന്നു. ഗ്രഹനില ധിക്കരിക്കുന്നത് ശരിയല്ലെന്നാണ് അവരുടെയും വാദം. യുദ്ധത്തിൽ നിന്ന് ചക്രവർത്തിയെ പിന്തിരിപ്പിക്കാൻ അവർ പല ശ്രമങ്ങളും നടത്തി. പക്ഷേ ചക്രവർത്തി തൻ്റെ അഭിപ്രായത്തിൽ ഉറച്ചു നിന്നു. ഒടുവിൽ ചക്രവർത്തി രാമനെ വിളിപ്പിച്ചു. രാമ, ജ്യോത്സ്യൻ്റെ പ്രവചനത്തെക്കുറിച്ച് നീയും കേട്ടു കാണുമല്ലോ. എനിക്കതിൽ തീരെ വിശ്വാസമില്ല. ജ്യോത്സ്യൻ്റെ പ്രവചനങ്ങൾ വിശ്വസനീയമല്ലെന്ന് നീ തെളിയിക്കണം. എങ്കിൽ വലിയൊരു തുക സമ്മാനമായി നിനക്ക് നാം നൽകും, ചക്രവർത്തി അറിയിച്ചു. തിരുമനസേ, അക്കാര്യം ഞാനേറ്റു. പക്ഷേ ഒരു കാര്യം, ആ ശ്രമത്തിനിടയിൽ ജ്യോത്സ്യന് ഞാൻ വല്ല ശിക്ഷയും കൊടുത്താൽ അങ്ങ് എന്നോട് കോപിക്കരുത്, രാമൻ പറഞ്ഞു. ചക്രവർത്തിക്ക് എന്തിനും സമ്മതമായിരുന്നു. അടുത്ത ദിവസം തന്നെ പരീക്ഷണം നടന്നു. ചക്രവർത്തി ജ്യോത്സ്യരെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു. കൊട്ടാരത്തിലെത്തിയ ജ്യോത്സ്യരും രാമനും തമ്മിൽ സംഭാഷണം നടത്തി. ജ്യോത്സ്യരെ, എനിക്കൊരു കാര്യം അറിയാനുണ്ട്. സാധാരണഗതിയിൽ നിങ്ങളുടെ എല്ലാ പ്രവചനങ്ങളും ഫലിക്കാറുണ്ടോ? പിന്നെന്താ, ഇതുവരെ ഞാൻ നടത്തിയിട്ടുള്ള പ്രവചനങ്ങൾ ഒന്നും തെറ്റിയിട്ടില്ല. ഗ്രഹനില നോക്കിയല്ലേ ഞാൻ പറയുന്നത്. ഗ്രഹങ്ങൾക്ക് ഒരിക്കലും തെറ്റുപറ്റില്ലല്ലോ, ജ്യോത്സ്യർ പറഞ്ഞു. പക്ഷേ ഒരു പ്രവചനം തെറ്റിയാൽ നിങ്ങൾ എന്തു ചെയ്യും? രാമ, എൻ്റെ പ്രവചനം തെറ്റാണെന്ന് ആരെങ്കിലും തെളിയിച്ചാൽ അവർക്കെൻ്റെ ജീവൻ കൊടുക്കും. പോരെ? മതി മതി, ധാരാളം മതി. ആട്ടെ, ജ്യോത്സ്യർക്ക് ഇപ്പോൾ എത്ര വയസ്സായി? എനിക്ക് 43 വയസ്സായി. ജ്യോത്സ്യരുടെ ഭാവി ഫലം എന്താണെന്ന് പ്രവചിക്കാമോ? തീർച്ചയായും. എപ്പോഴായിരിക്കും ജ്യോത്സ്യരുടെ മരണം? എനിക്ക് 77 വയസ്സുവരെ ആയുസ്സുണ്ട്. അത് ഞാൻ നേരത്തെ ഗണിച്ചു വച്ചിരിക്കുകയാണ്. അതല്ല, ജ്യോത്സ്യൻ എത്ര നാൾ ജീവിച്ചിരിക്കും? ഇനി 34 വർഷം കഴിഞ്ഞേ ഞാൻ മരിക്കുകയുള്ളൂ. അതിനിടക്ക് ജ്യോത്സ്യൻ മരിക്കില്ലെന്ന് ഉറപ്പാണോ? അതെ. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. രാമൻ ഉറയിൽ നിന്നും വാൾ വലിച്ചൂരി ജ്യോത്സ്യരെ വെട്ടി. ജ്യോത്സ്യരുടെ ശിരസ് ശരീരത്തിൽ നിന്നും വേർപെട്ടുപോയി. എല്ലാവരും അമ്പരന്നു പോയി. രാമനാകട്ടെ യാതൊരു ഭാവവ്യത്യാസവും കൂടാതെ ചക്രവർത്തിയോട് പറഞ്ഞു, തിരുമേനി, അയാളുടെ ജ്യോത്സ്യം തെറ്റാണെന്നിതാ തെളിയിച്ചിരിക്കുന്നു. ഇനി അങ്ങേക്ക് ധൈര്യമായി യുദ്ധത്തിന് പുറപ്പെടാം.
ചക്രവർത്തിക്ക് രാമന്റെ വാദഗതി അംഗീകരിക്കാതെ തരമില്ലായിരുന്നു. ചക്രവർത്തിക്കും രാമനും മറ്റൊരു സംശയം കൂടിയുണ്ടായി. ജ്യോത്സ്യന് വല്ല ശത്രുരാജ്യവുമായി ഗൂഢബന്ധമുണ്ടോ? ഇയാൾ ഒരു ചാരനായിരുന്നോ? ചക്രവർത്തിയും ഏതാനും ഭടന്മാരും ജ്യോത്സ്യന്റെ താമസ സ്ഥലത്തെത്തി. ജ്യോത്സ്യരും ശത്രുരാജ്യവും തമ്മിൽ നടത്തിയ കത്തിടപാടുകൾ ഭടന്മാർ അവിടെ നിന്നും കണ്ടെടുത്തു. ശത്രുരാജ്യത്തിൽ നിന്നും പണം വാങ്ങി ജ്യോത്സ്യൻ ചക്രവർത്തിയെയും രാജ്യത്തെയും വഞ്ചിക്കുകയായിരുന്നു. ഏതായാലും രാമൻ തക്ക ശിക്ഷ അയാൾക്ക് കൊടുത്തു. ചക്രവർത്തി രാമനെ അഭിനന്ദിച്ചു. ധാരാളം സ്വർണ്ണ നാണയങ്ങൾ രാമന് സമ്മാനമായി നൽകി. നോക്കണേ രാമന്റെ ബുദ്ധിസാമർഥ്യം. പിന്നീട് നിശ്ചയിക്കപ്പെട്ട ദിവസം തന്നെ ചക്രവർത്തി പട നീക്കി ബീജപ്പൂർ ആക്രമിച്ച് കീഴടക്കി. യുദ്ധം കഴിഞ്ഞ് ചക്രവർത്തി കൊട്ടാരത്തിൽ തിരിച്ചെത്തി. എൻ്റെ വിജയത്തിന് പ്രധാന കാരണക്കാരൻ രാമനാണ്, അദ്ദേഹം സന്തോഷം കൊണ്ട് വിളിച്ചു പറഞ്ഞു. അപ്പോഴും കിട്ടി രാമനു വലിയ പണക്കിഴി. ഒരു നാൾ ഒരു കവി വിജയനഗരത്തിലെത്തി. താൻ എഴുതിയ മഹാകാവ്യം ചക്രവർത്തിക്ക് സമർപ്പിക്കണം. ഇത് അയാളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ അതിനൊരു സാങ്കേതിക തടസ്സം. കൃതി ആസ്ഥാന വിദ്വാന് ബോധ്യമായാലേ ചക്രവർത്തിക്ക് സമർപ്പിക്കാൻ പറ്റൂ. ആസ്ഥാന വിദ്വാനാകട്ടെ രാജപുരോഹിതൻ്റെ ഉറ്റ സുഹൃത്തായിരുന്നു. പുരോഹിതൻ പറയുന്നതിൽ നിന്നും അണുവിട മാറാത്ത ആളാണ് ആസ്ഥാന വിദ്വാൻ. പ്രതിഭാസമ്പന്നരായ ആരും ചക്രവർത്തിയുമായി ബന്ധപ്പെടുന്നത് പുരോഹിതനും ആസ്ഥാന വിദ്വാനും ഇഷ്ടമായിരുന്നില്ല. മഹാകവിയുടെ കാവ്യം ആസ്ഥാന വിദ്വാൻ വായിച്ചു. അത് ഉത്തമ കൃതി അല്ലെന്നും ചക്രവർത്തിക്കത് വായിക്കാൻ പറ്റില്ലെന്നും ആസ്ഥാന വിദ്വാൻ അഭിപ്രായപ്പെട്ടു. മഹാകവിയും ചക്രവർത്തിയും തമ്മിൽ ബന്ധപ്പെടുന്നതിൽ അയാൾക്ക് തീരെ താല്പര്യമില്ലായിരുന്നു. തൻ്റെ ആഗ്രഹം സാധിക്കാതെ വന്നതിനാൽ മഹാകവി ആകെ നിരാശനായി. തൻ്റെ കൃതിയുടെ ഒരു പ്രതി വളരെ കുറഞ്ഞ വിലക്ക് ഒരു കച്ചവടക്കാരന് വിറ്റു. അതിനുശേഷം കവി ശ്രീരംഗത്ത് ചെന്ന് ദേവീക്ഷേത്രത്തിൽ ആ പ്രതി സമർപ്പിക്കുകയും ചെയ്തു. ചക്രവർത്തിക്ക് ഒരു പുത്രി ഉണ്ടായിരുന്നു. മോഹനധഗി എന്നാണ് അവളുടെ പേര്. അതീവ ബുദ്ധിശാലിയും പണ്ഡിതയുമായിരുന്നു മോഹനധഗി. മഹാകവി ആസ്ഥാന വിദ്വാൻമാരെ ദർശിച്ച കഥയൊക്കെ മോഹനധഗി രഹസ്യമായി അറിഞ്ഞിരുന്നു. അവൾ ആരും അറിയാതെ മഹാകാവ്യത്തിൻ്റെ പ്രതി കച്ചവടക്കാരനിൽ നിന്നും വാങ്ങി വായിച്ചു. എത്ര മഹത്തരവും മനോഹരവുമാണ് ആ മഹാകാവ്യം! എന്തിനാണ് അതിനെ ക്ഷുദ്രമെന്ന് മുദ്രയടിച്ചത്? മഹാകാവ്യം ചക്രവർത്തിയെ കാണിക്കാതിരുന്നത് മഹാകഷ്ടമായിപ്പോയി. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് രാജപുരോഹിതനാണെന്ന് മോഹനധഗിക്ക് മനസ്സിലായി. അയാളെ ഒന്ന് കളിയാക്കണമെന്ന് മോഹനധഗി മനസ്സിൽ കരുതി. ഒരിക്കൽ ചക്രവർത്തിയും പുത്രിയും തമ്മിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ രാജകുമാരി ഒരു പദ്യം ചൊല്ലി. ചക്രവർത്തിക്കത് അതീവ ഹൃദ്യമായി തോന്നി. എത്ര നല്ല കവിത! ഇങ്ങനെയുമുണ്ടോ കവിതകൾ? ഇതാരുടെ വരികളാണെന്ന് ചക്രവർത്തി അന്വേഷിച്ചു. മഹാകവിയെക്കുറിച്ചും അയാൾ കൊട്ടാരത്തിൽ വന്ന സംഭവത്തെക്കുറിച്ചുമെല്ലാം ചക്രവർത്തിയോട് രാജകുമാരി പറഞ്ഞു. കവിയെ നേരിൽ കാണാൻ കഴിയാതെ പോയതിൽ ചക്രവർത്തിക്ക് ഇച്ഛാഭംഗം തോന്നി. ചക്രവർത്തി രാജപുരോഹിതനെ വിളിപ്പിച്ചു. അല്ലയോ പുരോഹിത ശ്രേഷ്ഠ, താങ്കൾ അതീവ ബുദ്ധിശാലിയും മഹാപണ്ഡിതനുമാണെന്ന് നാം അറിയുന്നു. അടുത്ത മാസത്തിൽ കൊട്ടാരത്തിൽ വെച്ച് ഒരു തർക്ക മത്സരമുണ്ടായിരിക്കും. അന്യദേശക്കാരനായ ഒരു മഹാപണ്ഡിതൻ ഇവിടെ എത്തും. താങ്കളും പണ്ഡിതരുമായി വാഗ്വാദമുണ്ടായിരിക്കും. പുരോഹിതൻ നടുങ്ങി. തർക്കമത്സരമോ? അതും മഹാപണ്ഡിതനുമായി? തോറ്റത് തന്നെ. എങ്കിലും രാജകൽപ്പനയല്ലേ, അനുസരിക്കാതെ പറ്റുമോ? നിശ്ചിത ദിവസമെത്തി. രാജസദസ്സിലെ അംഗങ്ങളെല്ലാം എത്തി. പക്ഷേ ഒരാൾ മാത്രം വന്നില്ല. രാജപുരോഹിതനായിരുന്നു അയാൾ. തർക്കത്തിൽ തോൽക്കുമെന്നറിയാവുന്ന അയാൾ മനഃപൂർവ്വം വരാതിരുന്നതാണ്. അങ്ങനെ തോൽവി സമ്മതിക്കാനുമാവില്ലല്ലോ. അതുകൊണ്ട് ഒരു ഉപായം കണ്ടുപിടിച്ചു. കള്ള കാരണം പറഞ്ഞ് ഒഴിഞ്ഞു കളയണം. അതിനായി ഒരു ചങ്ങാതിയുടെ സഹായം പുരോഹിതന് കിട്ടി. രാജസദസ്സിലെ ആ ചങ്ങാതി പറഞ്ഞു,
അല്ലയോ തിരുമേനി, രാജപുരോഹിതന് ഇന്നത്തെ പരിപാടിയിൽ സംബന്ധിക്കാൻ നിർവാഹമില്ല. അദ്ദേഹം രോഗം ബാധിച്ച് കിടപ്പിലാണ്. എന്തു രോഗമാണ്? ചക്രവർത്തി അന്വേഷിച്ചു. മസ്തിഷ്ക കണ്ടൂതി എന്ന രോഗമാണ്. ചിന്തകന്മാർക്ക് പിടിപെടുന്ന ഒരു പ്രത്യേകതരം രോഗമാണിത്. വളരെയധികം ചിന്തിക്കുമ്പോൾ തലച്ചോറ് ക്ഷീണിക്കുകയും തലച്ചോറിൽ ഒരു തരം ചൊറിച്ചിൽ അനുഭവപ്പെടുകയും ചെയ്യും. അതാണ് ഈ രോഗത്തിൻ്റെ ലക്ഷണം. പുരോഹിതൻ്റെ ചങ്ങാതി വിശദമാക്കി. വിചിത്രമായ രോഗം തന്നെ. ഞാൻ പല രോഗങ്ങളെയും കുറിച്ച് കേട്ടിട്ടുണ്ട്. ഈ രോഗത്തെക്കുറിച്ച് ആദ്യമായാണ് കേൾക്കുന്നത്, ചക്രവർത്തി ആശ്ചര്യത്തോടെ പറഞ്ഞു. ആ സദസ്സിൽ രാമനും ഉണ്ടായിരുന്നു. ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ രാമന് ചിരി വന്നു. അയാൾ പറഞ്ഞു, എനിക്കും ഇതുപോലെ രോഗം പിടിപെടാറുണ്ട്. കൂടുതൽ വായിക്കുന്ന അവസരത്തിൽ കണ്ണിനകത്ത് ഒരുതരം ചൊറിച്ചിൽ അനുഭവപ്പെടും. ഇത്തരം രോഗത്തിന് നേത്രകണ്ടൂതി എന്നാണ് പറയുക. സദസ്യരെല്ലാം പൊട്ടിച്ചിരിച്ചു. ചക്രവർത്തി ആലോചനയിൽ മുഴുകിയിരുന്നു. എത്രയോ വിചിത്രമായ ഒരു അനുഭവമാണിത്. രാജപുരോഹിതൻ ധാരാളം ചിന്തിക്കാറുണ്ട്. പക്ഷേ അദ്ദേഹത്തെക്കാൾ എത്രയോ കൂടുതൽ ചിന്തിച്ചവർ ഇവിടെ ഉണ്ടായിരുന്നു. ശങ്കരാചാര്യർ, മാധവാചാര്യർ, രാമരാജാചാര്യർ, ഇങ്ങനെ ചിന്തകന്മാരുടെ നീണ്ട നിര. പക്ഷെ ഇവർക്കാർക്കും മസ്തിഷ്ക കണ്ടൂതി ഉണ്ടായതായി കേട്ടിട്ടില്ല. അവരെക്കാൾ കുറച്ചു ചിന്തിക്കുന്ന പുരോഹിതന് രോഗം പിടിപെടുകയും ചെയ്തു. അത്ഭുതം തന്നെ. പുഞ്ചിരി തൂകിക്കൊണ്ട് ചക്രവർത്തി ആരോടെന്നില്ലാതെ പറഞ്ഞു. രാമന് ചിലത് പറയാനുണ്ടായിരുന്നു. തിരുമേനി, മസ്തിഷ്ക കണ്ടൂതി ബാധിക്കുന്നത് വലിയ ചിന്തകന്മാർക്കല്ല, അവനവൻ്റെ ബുദ്ധിക്കപ്പുറം ചിന്തിക്കുന്ന ചിന്തകന്മാർക്കാണ്. രാജപുരോഹിതൻ അത്തരക്കാരനായിരിക്കും. രാമൻ ശരിക്കും രാജപുരോഹിതനെ കളിയാക്കി. ഇത് പുരോഹിതൻ്റെ കൂട്ടുകാരന് ഇഷ്ടമായില്ല. അയാൾ രാമനെ എതിർത്തു. രാമ, നിങ്ങൾ അങ്ങനെ മിടുക്കനൊന്നും ആകേണ്ട. ഏതായാലും നിങ്ങളെക്കാൾ മഹത്വം അദ്ദേഹത്തിനാണ്. അക്കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. നിങ്ങൾ രാജസദസ്സിലെ അംഗമാണ്, ശരി തന്നെ. പക്ഷേ ആളുകൾ ആദ്യം അദ്ദേഹത്തെയാണ് വന്ദിക്കുന്നത്. ഇക്കാര്യം നിങ്ങൾ ഓർക്കുന്നത് കൊള്ളാം. അയാൾ പരുക്കൻ സ്വരത്തിൽ പറഞ്ഞു. രാമനുണ്ടോ വിട്ടുകൊടുക്കുന്നു? ഹേ മനുഷ്യ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കൂ. ഒരാളെ ആദ്യം ബഹുമാനിക്കുന്നത് കൊണ്ട് അയാൾ കൂടുതൽ മാഹാത്മ്യം കൈവരിക്കുന്നില്ല. ഒടുവിൽ ബഹുമാനിക്കുന്നത് കൊണ്ട് അപകർഷവും ഉണ്ടാകുന്നില്ല. ഉദാഹരണത്തിനായി ഒരു കാര്യം ശ്രദ്ധിക്കൂ. നാം എല്ലാം ആദ്യം കൈയും കാലും കഴുകുന്നു. അതിനുശേഷമാണ് മുഖം കഴുകുന്നത്. അതിനർത്ഥം മുഖം മേന്മ കുറഞ്ഞതാണെന്നാണോ? രാജപുരോഹിതന്റെ ചങ്ങാതി ഒന്നും മിണ്ടാതെ ഇരുന്നു പോയി. പണ്ഡിതനായ ഒരു ബ്രാഹ്മണൻ വിജയനഗരത്തിലെത്തി. രാജയ്യർ എന്നായിരുന്നു അയാളുടെ പേര്. വേദങ്ങളിലും ഉപനിഷത്തുകളിലും അയാൾ അഗാധമായ അറിവ് നേടിയിരുന്നു. ചക്രവർത്തിക്ക് രാജയ്യരെ വലിയ ബഹുമാനമായിരുന്നു. അയാൾക്ക് കൊട്ടാരത്തിൽ എല്ലാവിധ സ്വാതന്ത്ര്യവും അനുവദിച്ചിരുന്നു. ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ ഏത് സമയത്ത് ചെല്ലാനും ഏത് മുറിയിൽ കയറാനും രാജയ്യർക്ക് അനുവാദമുണ്ടായിരുന്നു. പക്ഷേ ഇതിലൊരു വലിയ ചതിയുണ്ടായിരുന്നു. അയാൾ ഒരു ബ്രാഹ്മണനേ അല്ലായിരുന്നു. ഇക്കാര്യം ചക്രവർത്തി അറിഞ്ഞിരുന്നില്ല. അയാൾ ബീജപ്പൂർ സുൽത്താൻ്റെ ചാരനായിരുന്നു. ബീജപ്പൂരും വിജയനഗരവും തൊട്ടടുത്ത രാജ്യങ്ങളായിരുന്നു. എങ്കിലും അവർ എപ്പോഴും ബദ്ധശത്രുതയിലും ഏതു സമയവും അവർ പരസ്പരം ആക്രമിക്കാൻ തയ്യാറെടുത്തിരിക്കുകയായിരുന്നു. ഒരു കാര്യം ബീജപ്പൂർ സുൽത്താന് നന്നായി അറിയാമായിരുന്നു. കൃഷ്ണദേവരായ ചക്രവർത്തിയെ നേരിട്ട് യുദ്ധത്തിൽ തോൽപ്പിക്കാനാവില്ല. ഏതെങ്കിലും കൊടും ചതിയിൽ കൂടി മാത്രമേ അദ്ദേഹത്തെ വകവരുത്താനാകൂ. അതിന് കൃഷ്ണദേവരായരുടെ നീക്കങ്ങൾ അറിയുന്നതിനും തരം കിട്ടിയാൽ ചക്രവർത്തിയെ വധിക്കുന്നതിനും വേണ്ടി സുൽത്താൻ അയച്ച ആളാണ് രാജാ സാഹിബ്. അതിബുദ്ധിമാനായിരുന്നു രാജാ സാഹിബ്. വിവിധ ഭാഷകൾ അയാൾ അനായാസം കൈകാര്യം ചെയ്തിരുന്നു. പണ്ഡിതനായി വേഷം കെട്ടിയ രാജാ സാഹിബിനെ കണ്ടാൽ ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠനാണെന്നേ പറയൂ. അങ്ങനെ രാജയ്യർ കൊട്ടാരത്തിലെ അന്തേവാസിയായി. ഇനി തൻ്റെ ലക്ഷ്യം നിറവേറ്റണം. പക്ഷേ അതിനു പറ്റിയ ഒരവസരം ഇതുവരെ കൈവന്നില്ല.
ചക്രവർത്തിയുടെ സുരക്ഷാ സന്നാഹങ്ങൾ അത്ര ബലപ്പെട്ടതായിരുന്നു. എവിടെയും ആയുധധാരികളായ ഭടന്മാർ. ചക്രവർത്തി ഏകനായും നിരായുധനായും ഇരിക്കുന്ന സമയത്ത് എല്ലാം നടത്തണം. രാജയ്യർ മനസ്സിൽ നിശ്ചയിച്ചു. കൊട്ടാരത്തിൽ രാജയ്യരുടെ ശത്രു രാമനായിരുന്നു. ആദ്യം മുതലേ രാമന് രാജയ്യരെ അത്ര ഇഷ്ടമായിരുന്നില്ല. എന്തോ പന്തികേടുണ്ടെന്ന് രാമന് തോന്നി. രാമൻ രഹസ്യമായി അയാളുടെ നീക്കങ്ങളെ നിരീക്ഷിച്ചു. രാമൻ്റെ മനസ്സിൽ ഒരു സംശയം നിഴൽ വിരിച്ചു. ഇയാൾ യഥാർത്ഥ പണ്ഡിതനാണോ അതോ വല്ല ചാരനുമാണോ? ഈ വിവരം രാമൻ ചക്രവർത്തിയെ അറിയിച്ചു. രാമൻ്റെ അഭിപ്രായത്തോട് ചക്രവർത്തിക്ക് യോജിക്കാൻ കഴിഞ്ഞില്ല. ചക്രവർത്തി തുറന്നടിച്ചു. രാമൻ എന്താ പറയുന്നത്? എല്ലാവരെയും തനിക്ക് സംശയമാണ്. അയാൾ ഒന്നാന്തരം ആഢ്യ ബ്രാഹ്മണനാണ്. തിരുമേനി, അയാളുടെ ഉച്ചാരണം കേട്ടിട്ട് അയാൾ ഈ നാട്ടുകാരനാണെന്ന് തോന്നുന്നില്ല. എന്തോ ഒരു അസ്വാഭാവികത അയാളുടെ സംഭാഷണത്തിലും രീതിയിലുമുണ്ട്. രാമൻ ഒന്നുകൂടി വ്യക്തമാക്കി. അയാൾ ചാരനൊന്നുമല്ല. അടിസ്ഥാനമില്ലാത്ത സംശയം അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തും. ചക്രവർത്തി രാമനെ ഓർമ്മപ്പെടുത്തി. തിരുമേനി, അവിടുന്ന് എന്നെ ഒന്ന് പരീക്ഷണം നടത്താൻ അനുവദിക്കണം. പരീക്ഷണത്തിന് എനിക്ക് എല്ലാവിധ സ്വാതന്ത്ര്യവും തരണം. മറ്റാരും ആ വിവരം അറിയുകയും വേണ്ട, രാമൻ പറഞ്ഞു. ചക്രവർത്തി സമ്മതിച്ചു. പക്ഷേ ഒരു നിർബന്ധം. ചക്രവർത്തിയുടെ സാന്നിധ്യത്തിൽ മാത്രമേ പരീക്ഷണം നടത്താവൂ. രാമൻ അതിനും തയ്യാർ. അന്നു രാത്രി തന്നെ പരീക്ഷണം നടത്താൻ നിശ്ചയിച്ചു. ഒരു കുടത്തിൽ രാമൻ തണുത്ത വെള്ളമൊഴിച്ചു. ചെറിയ തവളകളെ കുടത്തിനുള്ളിലിട്ടു. ഈ കുടവുമായി രാമൻ രാജയ്യരുടെ കിടപ്പുമുറിയിലേക്ക് പോയി. കൂടെ ചക്രവർത്തിയും ഉണ്ടായിരുന്നു. ഇരുവരും ശബ്ദമുണ്ടാക്കാതെ രാജയ്യരുടെ കിടപ്പുമുറിയിലെത്തി. രാമൻ അയാളുടെ തലയ്ക്ക് ചെന്ന് നിന്നിട്ട് കുടത്തിലെ വെള്ളം അയാളുടെ മുഖത്ത് കമഴ്ത്തി. കൊച്ചു തവളകളും രാജയ്യരുടെ മുഖത്തു വീണു. രാജയ്യർ ഞെട്ടിയുണർന്നു. എന്തോ വാക്കുകൾ അയാൾ വിളിച്ചു പറഞ്ഞു. ആ നാട്ടിലെ ഭാഷയിലായിരുന്നില്ല അത്. ഏതോ വിദേശ ഭാഷയായിരുന്നു അയാൾ സംസാരിച്ചത്. അതോടെ അയാൾ അടുത്ത രാജ്യത്തുള്ളവനാണെന്ന് വ്യക്തമായി. പെട്ടെന്ന് ഒളിച്ചു വച്ചിരുന്ന വാളെടുത്ത് അയാൾ രാമനെ വെട്ടി. പക്ഷേ രാമൻ അതൊക്കെ പ്രതീക്ഷിച്ചതായിരുന്നു. രാമൻ ഒഴിഞ്ഞുമാറി. ചക്രവർത്തിക്കെല്ലാം ബോധ്യമായി. ഒരൊറ്റ വെട്ടിന് ചക്രവർത്തി രാജയ്യൻ്റെ കഥ കഴിച്ചു. ഒരു വലിയ തുക രാമന് സമ്മാനമായി ചക്രവർത്തി കൊടുത്തു. അങ്ങനെ വലിയൊരു അപകടത്തിൽ നിന്നും ചക്രവർത്തിയെ രാമൻ രക്ഷിച്ചു.